കറക്റ്റ് സമയത്തായിരുന്നു കറണ്ട് പോയിട്ടുണ്ടായത്. ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് മോക്ക് സ്ക്വാഡ് യൂണിഫോമാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഈ ഒരു ഡ്രസ്സാണ്. ഫസ്റ്റ് ടൈമാണ് ഓൾ ഇതിട്ടിട്ട് പോണത്. കഴിഞ്ഞ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ മോക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ പൊറുക്കാണല്ലോ ഉണ്ടായത്. അപ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ അതിന് മുന്നത്തില്ല ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ സ്കൂളിൽ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു, രാത്രിയിലായാലും രാവിലെ ആയാലും. ഞാനൊരു മഴക്കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കോട്ടിട്ടിട്ട് തന്നെ പോകും. മദ്രസിലേക്ക് കൂട്ടാനായാലും കൊണ്ടാക്കാനായാലും പോകുന്നതാണെങ്കിൽ കാലത്ത് സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ്, ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. സത്യം പറഞ്ഞാൽ മൂടിപ്പതിച്ച് ഉറങ്ങാൻ നല്ല സുഖമാണ്. പിന്നെ എന്താ പറയുക, നമുക്കിങ്ങനെ എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും. അതൊക്കെ ഒരു കാലമാണ്. നമ്മളിങ്ങനെ വിചാരിച്ച പോലെ തിന്നോണ്ടും വിചാരിച്ച പോലെ മൂടി പൊതിച്ച് കിടന്നിട്ടൊക്കെ ഉള്ള ഒരു സമയം കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല സമയത്തേന് ഇങ്ങനെ സമാധാനത്തിൽ കിടക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഉണ്ട് അവിടെ, എന്തെങ്കിലും ചെയ്യാൻ ബാക്കി ഉണ്ടാവും. കുറച്ച് സമയം കിടക്കാൻ വിചാരിച്ചാൽ എന്തിനാ അങ്ങനെ കിടക്കും, കുറച്ച് സമയം ഇങ്ങനെ അത് വേണ്ട, അത് പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തോട്ട് വരുന്നതുകൊണ്ട് ശരിക്കും സമാധാനത്തിൽ കിടക്കാനൊന്നും പറ്റില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഓൾക്ക് മൈൻഡിൽ ഉണ്ടായിട്ടില്ല മദ്രസ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം വേഗം ഫർദർ ഇരുന്ന് കണ്ടപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, ഉമ്മ ഇന്ന് മദ്രസ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഉണ്ട്, മദ്രസ ഉണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് റെഡി ആക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരുന്നു മോള് വേഗം ഇങ്ങനെ റെഡി ആയത്. ആ ഒരു ഉറക്ക ചിപ്പിലായിരുന്നു. നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ ഒരു ടൈമിൽ മോളൊക്കെ എണീച്ചിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു മടി നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ടാണ് മോളങ്ങനെ വിചാരിച്ചത്. അങ്ങനെ മോളെ മദ്രസയിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വേഗം ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ നിന്ന് വെണ്ണ സെപ്പറേറ്റ് എടുത്തു വെക്കുകയാണ്. ഇങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ഇതുപോലെയുള്ള 2 ബോട്ടിലായതിനു ശേഷം ഇത് ഉരുക്കും. ഇത് ഉരുക്കിയിട്ട് നമ്മൾ ബട്ടറായിട്ടും അതുപോലെ തന്നെ നെയ്യായിട്ടും യൂസ് ചെയ്യലുണ്ട്. നെയ്യുള്ള സമയത്താണെങ്കിൽ നെയ്യ് ആക്കൂല, ബട്ടറാക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബട്ടർ വാങ്ങൽ കുറവാണ്, ഇങ്ങനെയാണ് ചെയ്യൽ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു മത്തൻ വറവും ചോറും അതുപോലെ തന്നെ ബീഫ് കറി ഓൾറെഡി ഉണ്ടായിരുന്നു. ഇന്നലെ ബീഫ് കറി വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് ഞാൻ ഓൾറെഡി ആക്കി. ആ കറണ്ട് പോകുന്ന ഫസ്റ്റത്തെ ഒരു കറണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ചോറൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്തായാലും നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ച ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കലാണ്. അപ്പം ഉമ്മയുടെ പഴം വറുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിക്കാമെന്ന് വിചാരിച്ച്. ഞാനിങ്ങനെ പഴം വറുത്തതൊന്നും കഴിക്കലില്ല. പിന്നെ നല്ല തണുപ്പ്, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത് കഴിക്കാനിരുന്നതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നെ ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ ഇന്ന് മത്തൻ വറവ് ആദ്യം ഉമ്മ പറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലിട്ട് വേവിക്കാമെന്ന് പറഞ്ഞ് ടൈം കണ്ടപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇനിയൊന്നും നടക്കൂല, കാരണം സമയമില്ല. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്തൻ വറവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ മോക്ക് എനിക്ക് മധുരമൊക്കെ ഉള്ള വറവൊക്കെ ഇഷ്ടമാണ്, കാരണം ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വറുത്താൽ. അതുപോലെ തന്നെ ഈ ഒരു മത്തൻ വറവ് നമ്മൾ ഉമ്മക്ക് മത്തൻ്റെ ഇങ്ങനെ കൊട്ടിട്ടിട്ട് ബീഫിൻ്റെ കൊട്ടൊക്കെ ഇട്ടിട്ട് വെക്കും, നല്ല ടേസ്റ്റാണ്. ചക്ക അതുപോലെ വെക്കും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചക്കപ്പൂക്ക് എന്ന് പറയും എനിക്ക്. അതും ഈ ഒരു മത്തന് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കലില്ലോ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മളെ വീട്ടിൽ വറവിനല്ല ഇമ്പോർട്ടൻസ്, പൊരിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ പൊരിച്ചതായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക, വറവ് അങ്ങനെ ഉണ്ടാവലില്ല. പക്ഷെ ഇപ്പം എനിക്ക് വറവില്ലാണ്ട് ചോറിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, വറവുണ്ടാക്കാനാണ്. ഫസ്റ്റ് ഞാൻ വറവുണ്ടാക്കാനാണ് ട്രൈ ചെയ്യൽ. അപ്പം ആദ്യം തന്നെ വറവുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടം. കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പയറ് വറവ്, ആ നീളമുള്ള പയറ് വറവ്. അതെനിക്ക് കട്ട് ചെയ്യാൻ ശരിക്കും ഉമ്മ പറയും അത് എളുപ്പമല്ലേ, വേഗം കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞു പക്ഷെ ഉമ്മക്ക് അത് എളുപ്പമായിരിക്കും, പക്ഷെ അതെനിക്ക് കുറച്ച് പാടാണ്. ബാക്കിയെല്ലാം വേഗം സ്മൂത്തായിട്ട് കട്ട് ചെയ്തോളും. പക്ഷേ ഈ ഒരു പയറ് വറവ് കട്ട് ചെയ്യാൻ ഇച്ചിരി മടിയാണ്. കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, നല്ല മടിയുണ്ട്. ഇതിങ്ങനെ മുറിക്കാൻ ഇച്ചിരി മടിയാണ്. എല്ലാം ക്ഷമയോടുകൂടി ചെയ്യാൻ മടിയാണോ എന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പം ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ആ ഒരു ബീഫ് കറി ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. അപ്പം ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ചൂടാക്കിയിട്ടുണ്ടായത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ബീഫൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ പീസായതുകൊണ്ട് തന്നെ ഞാനത് കത്രിക
കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഓക്ക് കഴിക്കാനായാലും ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ നോൺ വെജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് കൊടുക്കും. കൈ കൊണ്ട് തൊടൂല, പക്ഷെ അത് പുളിച്ചു പോയിനെങ്കിലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പം കറിയും റെഡിയായി, അതുപോലെ തന്നെ വറവും ഇടായിക്കൊണ്ടുണ്ട്. ആ ഒരു സമയത്തിന് നമുക്ക് നാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ആയതിന് ശേഷം വേണം പുട്ടുണ്ടാക്കാൻ. പിന്നെന്താ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്നാക്സിന് ഞാൻ പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ ഇതിന് പഴം വാട്ടൽ എന്നാണ് പറയൽ. അപ്പോൾ മോള് ഇങ്ങനെയില്ലേ ഫുഡൊക്കെ കഴിക്കൽ വളരെ കുറവാണ്. മുട്ട പഴം അതൊന്നും കഴിക്കലില്ല. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ആദ്യം വേഗം ഇത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ സ്കൂളിൽ നിന്ന് തുറന്ന് നോക്കുമ്പോഴല്ലേ കാണും, പിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വേണ്ടാന്ന് പറയും. അതുകൊണ്ട് ഞാൻ വേഗം ചടപട ഇതാക്കിയിട്ടുണ്ടായി. ഈ ഒരു സമയം ഈ ഒരു പഴം വാട്ടാൻ ഇടുന്ന സമയം തന്നെ കറക്റ്റ് 7:40 ഫോണിൽ അലാറം അടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിവിടെ വാട്ടാനിട്ട് കൊടുത്താൽ പിന്നെ ഞാൻ വരുന്ന സമയത്തേക്ക് ഇങ്ങനെ അത് നോക്കുമല്ലോ. അപ്പോൾ പിന്നെ അവൾ വരുമ്പോഴത്തേക്ക് ഇത് റെഡി ആവുമല്ലോ വിചാരിച്ചിട്ടായിരുന്നു ഞാനിത് ആക്കിയിട്ട് പോയത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതുമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ മത്തൻ വറവും തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോള് വരുമ്പോഴത്തേക്കും നമുക്ക് പുട്ട് ആക്കണമെങ്കിൽ കുക്കർ ഒഴിവാക്കണമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ വേഗം ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കോട്ടൊന്നും ഇടണ്ട, വേഗം പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പോവാന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മോൾ ഇറങ്ങിയിട്ട് പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് സ്ലോ ആക്കിയത്. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് തയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് വരുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളുടെ വറവിത ഇവിടെ തേങ്ങ ഇട്ടുകൊടുത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിവിടെ സെറ്റായി. കുക്കർ ഒഴിവാക്കിയിട്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പുട്ടുണ്ടാക്കണം. ശരിക്കും പുട്ടുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, എല്ലായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര പാടാണ് ഈ ഒരു പുട്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലില്ല, ചിരട്ടപ്പുട്ടിൻ്റെതായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ചുട്ടെടുക്കുക വിചാരിക്കുക. പക്ഷെ ആ ഒരു കുറ്റിപ്പുട്ടിൽ എനിക്ക് എങ്ങനെയൊക്കെ ആയാലും പുട്ടാവില്ല. ഞാനും റാസിക്കൊക്കെ ഒരു ദിവസം പുട്ടുണ്ടാക്കിയ കഥ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം തട്ടിമുട്ടിയിലെ ആ ഒരു ഡയലോഗാണ് ശരിക്കും ഓർമ്മ വന്നത്. ഉമ്മ ഹജ്ജിന് പോയ സമയത്തായിരുന്നു. അപ്പം നമ്മൾ പുട്ടുണ്ടാക്കാൻ അറിയാത്ത 2 ആൾക്കാരും കൂടെ പുട്ടുണ്ടാക്കാൻ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ പിന്നെ എന്തൊക്കെയോ കൊളായി അത്. അതുകൊണ്ട് ഇപ്പം എന്താ പുട്ട് ചുടുന്ന സമയത്ത് നമുക്കത് ഒരു ഓർമ്മയാണ്. അങ്ങനെ ഞാൻ വേഗം സെക്കൻഡ് ട്രിപ്പും കൂടെ അതിൻ്റെ തന്നെ ഇട്ട് പിടിച്ചാൽ പിന്നെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫുഡ് എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഗ്യാസ് ഓഫ് ചെയ്യണ്ടേ, പിന്നെയും കുക്കർ ചൂടാക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ ആ ഒരു ടൈമില്ലാത്ത സമയത്ത് അതൊക്കെ സെറ്റാക്കി. പിന്നെ ഫുഡ് എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ ആണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത്. ആ ഒരു ടൈമിൽ ഇവർ 2 ആൾക്കാരും ഇല്ലെങ്കിൽ, മോനിക്ക് മോളില്ലെങ്കിലും മോക്ക് മോനും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഓള് എന്താ പറയുക, ഇല്ല സമയത്ത് 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ 2 ആളും കൂടെ ഉള്ളിൽ നിന്ന് കുഴപ്പാക്കുന്ന ഉണ്ടായത്. ഇപ്പം ഭയങ്കര പ്രശ്നമാണ് 2 ആളും കൂടെ. ഇനി നമുക്ക് ഫുഡൊക്കെ എടുത്തു വെക്കാം. അപ്പം ഞാനിപ്പം എനിക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് ഫുഡ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടബിൾ. ഈ ഒരു കുഞ്ഞു ടേബിള് എനിക്ക് കറക്റ്റായിരുന്നു അത് ചെയ്യാനൊക്കെ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ ആ സൈഡിൽ നിന്നായിരുന്നു ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചത്. എനിക്ക് കറക്റ്റ് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടൽ ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു. നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു സൺലൈറ്റും കിട്ടും. അടിപൊളിയായിട്ട് എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കുഞ്ഞു ടേബിളിൻ്റെ അടുത്തുനിന്ന്. ഇത് ശരിക്കും ഈ ഒരു ടേബിൾ നമ്മൾ സെറ്റാക്കിയതാണ്. ഇത് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു സാധനം. അപ്പോൾ ഉപ്പാൻ്റെ ഷോപ്പിലുണ്ടായ ഒരു കുഞ്ഞു ടേബിളിൻ്റെ മുകളിൽ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ച് കളഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റാൻഡിന് പെയിൻ്റൊക്കെ അടിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് എടുത്തു വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമ്മൾ 4 ആൾക്ക് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുഞ്ഞു ടേബിൾ ആയതുകൊണ്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് അത്രയല്ലേ വേണ്ടു. പിന്നെ കിച്ചണും 2 പാർട്ടാക്കിയോണ്ട് തന്നെ സ്ഥലവും കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പഴം വാട്ടിയതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ എടുത്തു വെക്കണം. ഇനി ഇതിൻ്റെ എടുത്തു വെക്കാനുള്ളത് മോരാണ്. അപ്പം മോര് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര്. ഞാൻ അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ ആക്കിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ആദ്യം ഇതുപോലുള്ള പാത്രത്തിൽ കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്.
വിചാരിച്ചത്. പിന്നെ ഇത് എന്തായാലും മറിഞ്ഞു പോവല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളെവിടെ ഉണ്ടായ അച്ചാറിൻ്റെ ഒരു കുപ്പിയിലാണ് മോര് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ മോൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഓൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ കക്കിരിയൊക്കെ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇഷ്ടമാണ് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കക്കിരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഡെയിലി ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മടുപ്പ് വരെയോ ചോദിച്ചാൽ ചോറൊക്കെ ആണല്ലോ ഉച്ചയ്ക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് ചോറാന്ന് എനിക്ക് തോന്നി. കാരണം ഇവൾക്ക് കഴിക്കാൻ മടിയുള്ളതും ചോറായിരുന്നു. പിന്നെ ഞാൻ ഫ്രൈഡേ ഇന്നലെ കൊടുത്തിട്ടുണ്ടായത് നെയ്ച്ചോറായിരുന്നു. നെയ്ച്ചോറും പിന്നെ ചിക്കൻ കുറുമയായിരുന്നു ആക്കിയിട്ടുണ്ടായത്. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്രൈഡേ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ ആകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും ഒരു ടൈം എന്തായാലും വേണമല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പം അതിനനുസരിച്ച് ക്യാമറയും സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി അങ്ങനെ വീഡിയോസ് കുറച്ചെടുത്തതിന് ശേഷം അത് ഞാൻ പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്രൈഡേത്തെ ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സത്യം ഇതൊന്ന് ഉടച്ച് വെക്കാൻ വേണ്ടി മറന്നുപോയി. ഇല്ലെങ്കിൽ ചൂട് പോവായിരുന്നു ആ ഒരു സമയത്ത്. ഇനി ഇവരെ രണ്ടാളുടെയും അടി കാണാം. രണ്ടാളും തക്കം കിട്ടിയാൽ എന്തായാലും ഒപ്പിക്കും. രണ്ടാൾക്കും ഒരു സെക്കൻഡ് കൊണ്ട് അവർ നന്നാവുകയും ചെയ്യും, ഒരു സെക്കൻഡ് കൊണ്ട് അടി ഉണ്ടാക്കും. ചില സമയത്ത് രണ്ടാൾക്കും നല്ല കിട്ടും. ഓളെ കയ്യിൽ നിന്ന് ഓനിക്ക് കിട്ടും, ഓൻ്റെ കയ്യിൽ നിന്ന് ഓക്കും കിട്ടും. ഓളിങ്ങനെ ഒരു ഉൾഭയത്തോട് കൂടിയിട്ടായിരിക്കും പോക്കുണ്ടാവല്. കാരണം ഓന് ചെയ്യുമെന്നില്ല ഒരു തോട്ട് എപ്പോൾ ഉണ്ടാവും ഓളെ മനസ്സിൽ. ബാക്കിൽ ഓൻ എന്തെങ്കിലും എടുത്തിട്ട് വരുന്നുണ്ടോ, ഓൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓള് നടക്കൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. മുടി അയച്ച് കെട്ടാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വണ്ടി വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് ചായ കുടിക്കാനൊക്കെ ഇരുന്നുകൊണ്ട് കുറച്ചൊന്ന് റഷായി പോയി. അങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എല്ലാം റെഡി ആയതിന് ശേഷം ഇനി നമുക്കൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി നമ്മൾ രണ്ടാളും കൂടെ പുറത്ത് പോയിട്ട് കുറച്ച് സമയം ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. ഇനി ഞാൻ അടുത്ത ആളെയും കൂടെ നോക്കട്ടെ കേട്ടോ.